എൻ്റെ പേരൊരു മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവാണ് സൃഷ്ടാവായ ദൈവം, പ്രിൻസ് ഓഫ് പീസ്, അല്ലെ, സമാധാനത്തിന്റെ രാജകുമാരൻ, ഇമ്മാനുവൽ. ദൈവം എന്നും നമ്മളുടെ ഒപ്പമുണ്ട്. നമ്മൾക്ക് അവന്റെ അടുത്തേക്ക് വരാൻ ഒന്നിനും കൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നു, നമ്മൾക്ക് വേണ്ടി കൈകൾ എന്നും തുറന്നു വെച്ചിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് വരാം, അല്ലെ. നമ്മൾ അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ എന്താ പറയാ വിശ്വസ്തത നമ്മൾ കാണുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം വളരെ നല്ലവനാണ്, അല്ലെ. സമാധാനമാണ് അവൻ. അവനിലാണ് സമാധാനമുള്ളത്, അവനിലാണ് ജീവനുള്ള ജീവിതം ഉള്ളത്, അല്ലെ. മനുഷ്യവർഗം പലരും തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യേശു ജീവനായതുകൊണ്ട്, ജീവിതമായതുകൊണ്ട് നമ്മൾ യേശുവിലല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ വെറുതെ ഡെഡ് ബോഡികൾ പോലെ വഴി കൂടെ നടക്കുന്നു എന്നല്ലാതെ പല മനുഷ്യർ യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലൊന്നും ജീവനില്ല, അല്ലെ. വെറുതെ നടക്കുന്നു എന്നേ ഉള്ളൂ, ജീവിതമില്ല അവർക്ക്. അപ്പൊ യേശുവിന്റെ ഹൃദയം നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. യേശുവിന്റെ കൈകൾ നമ്മൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണ്. ഏത് സമയത്തും വേണമെങ്കിലും നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് വരം ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അല്ലെ. മനുഷ്യവർഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെ, എന്നത്തെ അവസ്ഥ കാണുമ്പോൾ തന്നെ ദൈവത്തിന് വളരെയധികം സങ്കടമാണ്. ലാസറസ്, യേശുവിന്റെ സ്നേഹിതൻ, മരിച്ച സമയത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ലാസറസിന്റെ വീട്ടിൽ വരുമ്പോൾ യേശു കരയുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ സുഹൃത്ത് മരിച്ചത് കൊണ്ടുള്ള വിഷമം കൊണ്ട് തന്നെയല്ല, പക്ഷെ മനുഷ്യവർഗത്തിന്റെ അവസ്ഥയെ ഓർത്തിട്ട്, അല്ലെ. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് തന്റെ അടുത്തേക്ക് വരാനാണ് പറയുന്നത്, അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുള്ളൂ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു കർത്താവ്. ഒരുവൻ കാരണം കർത്താവ് പാപം കാരണം മരണവും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഓ കർത്താവ്, പക്ഷെ അങ്ങ് കാരണം കർത്താവ് മൈറ്റി ഫാദർ ഗോഡ്, ഞങ്ങൾക്കിന്ന് ജീവിതമുണ്ട് കർത്താവെ. ആദം ചെയ്ത അനുസരണക്കേട് കാരണം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അങ്ങ് ചെയ്ത അനുസരണ കാരണം കർത്താവ് ഞങ്ങൾക്കിന്ന് ജീവിതമുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ജീസസ് കർത്താവെ. അങ്ങ് തിരിച്ചു വരുന്നു എന്നുള്ളതിന് നന്ദി പറയുന്നു. അങ്ങ് തിരിച്ചു വന്ന് ഞങ്ങളെയും കൂട്ടും എന്നുള്ളതിന് നന്ദി പറയുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്ന് ഞങ്ങൾക്ക് മുദ്രയിട്ടതിന് നന്ദി പറയുന്നു. അപ്പൊ ഫാദർ, ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ. അപ്പൊ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ലാസറസിനെ പറ്റിയൊക്കെ വായിക്കുന്നത്. ലാസറസിനെ പറ്റി പറയുവാണെങ്കിൽ ലാസറസിന്റെ 2 സഹോദരിമാരും യേശുവിന് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മളോടെല്ലാവരോടും യേശുവിന് അങ്ങനെ തന്നെയാണ് സ്നേഹം, അല്ലെ. അപ്പൊ ലാസറസിന്റെ 2 സിസ്റ്റർമാരും മേരിയും മാർത്തയും യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ലാസറസ് അസുഖമായി പോകുന്നു. അസുഖത്തെ തുടർന്ന് സിസ്റ്റർമാര് യേശുവിന്റെ അടുത്തേക്ക് എന്താ പറയുന്നത്, യേശുവിനെ അടുത്തേക്ക് വാക്ക് പറഞ്ഞു വിടുന്നു, അല്ലെ. യേശുവിന്റെ അടുത്തേക്ക് ആളെ വിടുന്നു, പറയുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം ഉണ്ടായിരുന്ന എന്താ പറയണേ ആള് ലാസറസ് അസുഖമായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ യേശു പറഞ്ഞില്ല, ഈ അസുഖം എന്താ പറയണേ, ഇത് മരണത്തിൽ എത്തിപ്പെടുന്നതല്ല, മരണത്തിനായിട്ടുള്ളതല്ല. പുത്രന്റെ മഹത്വപ്പെടേണ്ടതിന്, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്ര ഇത് എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാല് ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഒരിക്കൽ പോലും മരണത്തിൽ എത്തിപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് യേശു പറഞ്ഞു. അപ്പൊ മരണത്തിൽ എത്തിപ്പെടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെത്തിനെ പറ്റിയല്ല പറയുന്നത്, സ്പിരിച്വൽ ആയിട്ട് നടക്കാൻ പോകുന്ന ഡെത്തിനെ പറ്റി, അല്ലെ. അങ്ങനെയുള്ളൊരു അതിനല്ല ഇത് ദൈവത്തിന്റെ ഗ്ലോറിക്കായിട്ട് ഇത് തീരും, അല്ലെ. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തീരാനുള്ള ഒരു കാര്യമാണെന്ന് യേശു പറയുന്നു. അപ്പോ 2 ദിവസവും കൂടെ യേശു എവിടെയായിരുന്നു അവിടെ താമസിക്കുന്നു, തന്റെ ശിഷ്യന്മാരുമൊത്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ യേശു മനസ്സിലായി ലാസറസ് മരിച്ചു. എന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഓക്കെ, നമുക്കന്ന് ജൂഡയിലേക്ക് പോകാമെന്ന് പറയുന്നു. ആദ്യം അവർ കുറച്ചൊന്ന് എതിർക്കുന്നു. കാരണം വെച്ചാല് ജൂതന്മാര് യേശുവിനെ കല്ലെറിയാൻ വേണ്ടിയൊക്കെ തയ്യാറായിട്ട് നടക്കുന്ന ഒരു സമയം. അപ്പൊ യേശു പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് പോണം, ലാസർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെ എന്നും പറഞ്ഞിട്ട് യേശുവും തന്റെ ശിഷ്യന്മാരും എന്താ പറയണേ ബദനിയിലേക്ക് വരുന്നു, ലാസറിന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ മൂത്ത സഹോദരി, അല്ലെ, മാർത്ത യേശുവിനെ കാണുന്നു. മാർത്ത ഇങ്ങനെ പറഞ്ഞു, യേശു ഇവിടെ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് എന്താ പറയണ കർത്താവെ, അങ്ങിവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിച്ചു പോകത്തുണ്ടായിരുന്നില്ലല്ലോ, അല്ലെ. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പൊ അറിയാം, അങ്ങ് എന്ത് ചോദിച്ചാൽ ദൈവം തരുമെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവളോട് പറഞ്ഞു, അങ്ങനെയല്ല, വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞു. അപ്പൊ മാർത്ത പറയണ, അതെനിക്കറിയാം,
ഒരു നാൾ അവസാനത്തെ ദിവസം അല്ല റിസറക്ഷന്റെ സമയം ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അപ്പൊ യേശു പറയണ അങ്ങനെയല്ല, ഞാനാണ് പുനരുത്ഥാനവും ഞാൻ ജീവനുമാണ്. ഞാനാണ് റിസറക്ഷൻ, ഞാനാണ് ജീവൻ. അല്ല അപ്പൊ അന്ന് അവസാനത്തെ നാളില് നീ ആരാണ് എന്താ പറഞ്ഞ മരിച്ചുപോയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന ദൈവം, അതേ ദൈവം തന്നെയാണ് ഞാൻ എന്ന് യേശു പറഞ്ഞു. ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് റിസറക്ഷൻ, ഞാനാണ് ജീവൻ. അല്ലെ? അപ്പൊ മേരിക്ക് എത്രമാത്രം അത് മാർത്തയ്ക്ക് എത്രമാത്രം അത് കാര്യം പിടികിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും അവള് പറഞ്ഞു ഓക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ യേശു എന്താ പറയണേ വന്നിട്ടുണ്ട് എന്ന് മാർത്ത ചെന്ന് മറിയോട് പറയുന്നു. അപ്പൊ അത് തൊട്ട് ആ ഒരു പോർഷൻ തൊട്ട് 40ാമത്തെ വരെ വാക്കുകൾ വായിക്കണമെന്ന് എനിക്കൊന്ന് താല്പര്യമുണ്ട്. 32ാമത്തെ വാക്ക് തൊട്ട് 40ാമത്തെ വാക്ക് വരെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിന്റെ 32 തൊട്ട് 40 വരെ ഇങ്ങനെ പറയണ, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടനെ കണ്ണു തുറന്ന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു പിന്നെ ഉള്ളും നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞത് മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നമ്മൾ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലെ? വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുകയും അവനിൽ ജീവിക്കുകയും ചെയ്യുന്നവർ ഒരിക്കൽ പോലും മരിച്ചു പോകത്തില്ല. ഫിസിക്കൽ ഡെത്ത്, നമ്മുടെ ശരീരം പോകും, പക്ഷെ അവർ ഒരിക്കൽ പോലും അവസാനത്തെ ആ ഡെത്ത്, അവസാനത്തെ മരണം അവർക്ക് ഒരിക്കൽ പോലും ബാധകം ആയിരിക്കത്തില്ല. അല്ലെ? ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു അവര് കരയുന്ന കണ്ട് യേശുവിന്റെ ഉള്ളം നൊന്തു. 33ാമത്തെ വാക്ക്. പിന്നെ 35ാമത്തെ വാക്കും പറയുവാണ് യേശു കണ്ണുനീർ വാർത്തു. 38ാമത്തെ വാക്ക് പിന്നെയും പറയും യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ ഉള്ളം നൊന്തു, യേശു കരഞ്ഞു. അപ്പൊ നമുക്കറിയാം യേശുവിന് മാർത്തയോടും മറിയോടും ലാസറസിനോടും വളരെയധികം സ്നേഹമായിരുന്നു. അല്ലെ? നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെയും സ്നേഹിച്ചിരുന്നു. ലാസറിന്റെ സിസ്റ്റർമാരെയും എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതുപോലെ തന്നെ നമ്മളെയും സ്നേഹിക്കുന്നു. അല്ലെ? ഇപ്പൊ ലാസർ യേശുവിന്റെ സുഹൃത്തായിരുന്നുകൊണ്ട് ലാസർ മരിച്ചു പോയി കഴിഞ്ഞപ്പോ യേശുവിന് സങ്കടമായി. അല്ലെ? അത് വാസ്തവം. അപ്പം അവര് മറ്റുള്ളവർ കരയുന്ന കണ്ടപ്പോ യേശുവിന് സങ്കടമേ. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ ഉള്ളം നൊന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചില യഹൂദന്മാർ ചോദിച്ചു, കണ്ണ് കാണാൻ വയ്യാതിരുന്ന ആൾക്കാരെ കണ്ണ് തുറക്കാൻ കഴിഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാണ് ഇയാളെ മരണത്തിന് വിട്ടുകൊടുത്തത്? എന്തുകൊണ്ടാണ് ലാസറിനെ മരിക്കാതെ സൂക്ഷിക്കാതെ ഇരുന്നതിന്റെ ഒരു കാര്യം ചോദിച്ചു. അല്ലെ? അപ്പൊ നമ്മൾക്കും ചിലപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം ഒരിക്കലും വെറുതെ ഒരു കാര്യം ചെയ്യത്തില്ല. അല്ലെ? അപ്പോ ലാസറിനെ ആ സമയത്തേക്ക് മരിക്കാൻ വിട്ടതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു വലിയൊരു വീര്യപ്രവൃത്തി ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ദൈവം ഒരു വലിയൊരു സത്യം ഇവിടെ പറയുവാണ് നമ്മളോട്. അല്ലെ? ഈ പാസേജ് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു സത്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിവിടെ ലാസറിന്റെ മരണത്തെ പറ്റി മാത്രമല്ല പറയുന്നത്, മനുഷ്യ വർഗത്തിനെ പറ്റി മൊത്തം പറയുന്നത്. ലാസറിന്റെ സിസ്റ്റർമാരെയും ലാസറിനെയും യേശു സ്നേഹിച്ച പോലെ തന്നെ നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നു ദൈവം. അല്ലെ? അപ്പൊ യേശു ലാസറിനെ എന്റെ മരണം കണ്ടപ്പോൾ മരിച്ചത് അറിഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ച് കരഞ്ഞത് ലാസറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. അല്ലെ? ഒരു സൃഷ്ടിയോട് മാത്രമല്ല സ്നേഹം, എല്ലാവരോടും സ്നേഹമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ മരിക്കുന്ന ആൾക്കാരുടെ വീടുകളിലെല്ലാം. ഇതേ ലാസർ മരിച്ചു പോലെ തന്നെയാണ് എല്ലാവരും മരിച്ചു പോകുന്നത്, മനുഷ്യവർഗം മൊത്തം മരിച്ചു പോകുന്നത്. നമ്മൾ മരിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെ? നമ്മൾക്ക് അതായിരുന്നില്ല ദൈവത്തിന്റെ ഉദ്ദേശം, നമ്മളെ കൊണ്ടുള്ള ഉദ്ദേശം അതായിരുന്നില്ല. മരണം വന്നത് പാപം കാരണമാണ്. അപ്പൊ യേശു കരഞ്ഞത് ലാസറിനോടുള്ള സ്നേഹം അതിനേക്കാളും ഉപരിയായിട്ട് മനുഷ്യവർഗത്തിലേക്ക് ഇങ്ങനെ ഈ പാപ
ഫലമായിട്ട് പാപം കടന്നുകൂടിയത് മനുഷ്യവർഗം എന്താ പറയാ മരണത്തിലേക്ക് പോകുന്നല്ലോ എന്നോർക്കുമ്പം ഉള്ള ഒരു സങ്കടം അല്ലെ. അവത്തിൽ പലരും അല്ലെ, മരിക്കുന്നവരിൽ പലരും തന്നെ, ഭൂരിഭാഗം ആൾക്കാർ തന്നെ ദൈവവുമായിട്ട് പിന്നെ ഒരിക്കൽ പോലും കണക്ഷൻ, ഒരിക്കൽ പോലും എന്താ പറയണേ, അവർക്ക് ഒരിക്കൽ പോലും ഒരുമിച്ചാകാൻ സാധിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് പല മനുഷ്യരും തങ്ങളുടെ പാപത്തിൽ അവർ അങ്ങനെ മരിച്ചു പോവുകയാണ്. ആ പാപം ഉള്ളിടത്തോളം കാലം എന്താ പറയാ അവര് ഒരിക്കൽ പോലും പരിശുദ്ധരാകുന്നില്ലാത്തതുകൊണ്ട് അവർ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ഒപ്പം ആകാൻ സാധിക്കുന്നില്ല. മനുഷ്യനെ അതിനുവേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്. പാപ കൂലിയാണ് മരണം അല്ലെ. അപ്പൊ മരണം ഒരു അസുഖം എന്ന് പറയുമ്പോ ലാസസ് ഇവിടെ അസുഖം എന്നല്ല മരിച്ചു. അസുഖം എന്ന് പറയുമ്പോ അത് മരണത്തിന്റെ ഒരു 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 തുടക്കമാണ്. നമ്മുടെ ശരീരം ജീർണിക്കുന്നതിന്റെ ഒരു തുടക്കമാണ്. ശരീരം വയ്യാതാകുന്നതിന്റെ ഒരു തുടക്കമാണ് അസുഖം എന്ന് പറയുന്നത്. പലരും നമുക്കറിയാം ക്യാൻസർ ഒക്കെ വന്നിട്ട് അസുഖം അതങ്ങനെ വന്നു തന്നെ പലരും മരിച്ചു പോകുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് പലരും അങ്ങ് മരിച്ചു പോകുന്നു. വയസ്സായിട്ടുള്ള ആൾക്കാർ അവരുടെ അവസാനത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും തന്നെ ആൾക്കാരല്ല, എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും മിക്കവാറും തന്നെ ആൾക്കാർ അവർ ആ അവസാനത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളിൽ കൂടെ അങ്ങ് മരിച്ചു പോകുന്നു. അസുഖം എന്ന് പറയുന്നത് പൊതുവായിട്ട് പറയുമ്പോൾ അസുഖം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ളതിന്റെ ഒരു ആദ്യ ഒരു പടിയാണ് അല്ലെ. എല്ലാവരും തന്നെ മരണത്തിലേക്ക് എത്തിപ്പെടുന്നില്ലെങ്കിൽ പോലും പക്ഷെ ലേറ്റർ ഓൺ അവർ സ്റ്റേജിൽ അസുഖങ്ങൾ വന്ന് അവർ മരിച്ചു പോകുന്നു അല്ലെ. അപ്പം അസുഖം എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ആദ്യ പടിയാണ്. അപ്പൊ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ യേശു എന്താ പറയാ സങ്കടപ്പെടുകയായിരുന്നു അല്ലെ. എന്തിനാണ് എന്റെ സൃഷ്ടി ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കുന്നത്, ഞാൻ ഇതിനു വേണ്ടി അല്ലല്ലോ ഇവരെ സൃഷ്ടിച്ചത് അല്ലെ. അതോർത്തുള്ള ഒരു ഒരു കരച്ചില്, ഒരു ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, അതായിരുന്നു യേശു ക്രിസ്തു അല്ലെ. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും മരണത്തിനോ പാപത്തിന്റെയോ എന്റെ പിടിയിൽ അതിന്റെ എന്താ പറയാ അടിമകളായി തീരാൻ വേണ്ടിയല്ല അല്ലെ. പാപം കാരണമാണ് മരണം വന്നത്. മനുഷ്യർ സൃഷ്ടിച്ച സമയത്ത് പാവമില്ല, സൃഷ്ടിച്ചിരുന്ന പാവം നമ്മൾ പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം എന്താ പറയണേ പിശാചിന്റെ വാക്ക് കേട്ട് മനുഷ്യർ പോയത് കൊണ്ട് പറ്റിപ്പോയതാണ്. ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് മരണം അല്ലെ. ഫിസിക്കൽ ഡെത്ത്, സ്പിരിച്വൽ ഡെത്ത് ഹാപ്പൻ ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അകലത്തിലായി പോയപ്പോൾ, പാപം എൻറ്റർ ചെയ്തപ്പോൾ സ്പിരിച്വൽ ഡെത്ത് ഹാപ്പൻ ചെയ്തു. അപ്പൊ അതോടുകൂടി തന്നെ എന്താ പറയണ മനുഷ്യർ ഈ മരിച്ച ആത്മാവുമായിട്ട് ഒരിക്കൽ പോലും നീ പിന്നെ ജീവിതകാലം മൊത്തം ജീവിച്ചു പോകണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പോണം എന്ന് ദൈവത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അല്ലെ. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ മരണത്തിന് വേണ്ടിയല്ല സൃഷ്ടിച്ചപ്പോൾ നിത്യത മൊത്തം അങ്ങനെ ജീവിക്കാൻ വേണ്ടി ആടത്തെ ഇവന് ഹവ്വാനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ പക്ഷെ അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പാപം കയറിയപ്പോ അവരുടെ ആത്മാവ് മരിച്ച ആത്മാവായി പോയപ്പോ ആ മരിച്ച ആത്മാവ് കൊണ്ട് അവർക്ക് ജീവിതകാലം മൊത്തം ജീവിക്കണമെന്ന് അവരെ അങ്ങനെ തന്നെ ആയിരിക്കണം ദൈവത്തിന് ഒരിക്കലും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡെത്തിന്, ശരീരത്തിന്റെ മരണം ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അത് ദൈവത്തിന് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. ദൈവം വളരെയധികം സങ്കടപ്പെടുന്നു. അതാണ് ഇവിടെ ഈ ലാസസിന്റെ കഥ കൊണ്ട് കാണുന്നത്. അപ്പൊ നമുക്കറിയാം മനുഷ്യനെ പോലെ കരഞ്ഞപ്പോൾ ദൈവം ഇവിടെ ഈ പാസേജ് നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ യേശുവിന്റെ എന്താ പറയാ മനുഷ്യൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറും ദൈവം എന്നുള്ള ക്യാരക്ടറും രണ്ടും ആ എന്താ പറയാ മനുഷ്യനും ദൈവവും ആ ഒരു ഡ്യുവൽ നേച്ചർ രണ്ടും വർക്കിംഗ് ടുഗദർ ആയിരുന്നു. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു അല്ലെ. അപ്പം ലാസസ് മരിച്ചല്ലോ എന്നോർത്ത്, തന്റെ സുഹൃത്ത് മരിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യവർഗം ഈ രീതിയിലായി പോയല്ലോ അല്ലെ. ഒരു അവസ്ഥയിൽ അവർ ഇത്രയും സഹിക്കുന്നല്ലോ എന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള ആ എന്താ പറയാ നേച്ചറിൽ യേശു കരയുകയും ചെയ്തു. അപ്പൊ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച്, രണ്ട് പേഴ്സണാലിറ്റി ഒരുമിച്ച് വരുന്ന ഒരു പാസേജ്, ഒരു ചാപ്റ്ററാണ് ഇതിവിടെ കാണുന്നത്. അപ്പൊ നേരത്തെ ഈ ജൂതൻ ചോദിച്ച പോലെ കണ്ണുപൊട്ടനെയും കാഴ്ച കൊടുത്ത ആൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ ലാസറസിനെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുത്തത്, മരിക്കാൻ അനുവദിക്കാതിരിക്കാമായിരുന്നല്ലോ അല്ലെ എന്ന ജൂതൻ ചോദിച്ച പോലെ അത് ദൈവം നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അല്ലെ, പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി അല്ലെ. ദൈവം റിസറക്ഷൻ പവർ
എന്താ പറയുക, ദൈവത്തിന്റെ റിസറക്ഷൻ പവർ എക്സിബിറ്റ് ചെയ്യാൻ പോവാണ്. ദൈവം മനുഷ്യ വർഗത്തെ എന്താ പറയുക, മരണത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോവുകയാണ് അല്ലെ. അത് ദൈവത്തിന് ഗ്ലോറി കിട്ടാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തന്റെ ശിഷ്യന്മാരും അതോടൊപ്പം തന്നെയുള്ള മേരിയും മറിയം എല്ലാവരും എന്താ മാർത്തയും എല്ലാവരും അറിയണം അല്ലെ, ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോട്ടാണെങ്കിൽ യേശുക്രിസ്തു സ്വർഗാരോപണത്തിന് ശേഷം പിന്നെ ശിഷ്യന്മാര് മറ്റുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണം അല്ലെ. റിസർഷൻ പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പീറ്ററൊക്കെ ഉള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ള കാര്യം അറിയില്ല. അപ്പൊ അവർക്കൊരു ട്രെയിനിങ് കൂടെ ആയിക്കോട്ടെ. മാർത്ത പറഞ്ഞ പോലെ എന്താ പറഞ്ഞ, ആ റിസറക്ഷന്റെ സമയത്ത് ലേറ്റർ ഓൺ അല്ലെ, എൻഡ് ഓഫ് ഏജിൽ അവസാനം ദൈവം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ സഹോദരൻ ലാസറസ് ഉയർത്തെഴുന്നേക്കും എന്നാണ് മാർത്ത വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെയായിരിക്കണമല്ലോ മിക്കവാറും എല്ലാ ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫാരിസീസ് എല്ലാം വിചാരിക്കുന്നത് അങ്ങനെയല്ല. ആ എൻഡ് ഓഫ് ഏജിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കും, ലാസറസും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേക്കും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് അങ്ങനെയല്ല, ഇപ്പോഴും ഉയർത്തെഴുന്നേൽപ്പ് എന്താ പറയാ, ഇപ്പോഴും ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. ദൈവമാണ്, യേശുക്രിസ്തു ആണ് ദൈവം അല്ലെ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്, യേശുവിൽ വിശ്വാസം വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് യേശു ചെയ്തിരിക്കുന്നത്. അപ്പൊ യേശു ഇവിടെ ഈ പാരഗ്രാഫ് കൊണ്ട് ഇത് നമ്മളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യൻ എങ്ങനെയായി തീർന്ന അവസ്ഥയും, ഒരു മനുഷ്യൻ എവിടെ എത്തിപ്പെട്ടു, ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, അവിടെ നിന്ന് മനുഷ്യൻ ഏതൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു അല്ലെ. ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ കാണിക്കാൻ വരും ദൈവത്തിനല്ലേ. ഇന്നാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് പറയാനുണ്ടായിരുന്നത് അല്ലെ. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിലുള്ള ഇരുട്ടാണ്, പാപം കൊണ്ടുള്ള ഇരുട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലാസറസിന്റെ മരണം കൊണ്ട് ദൈവം ഇവിടെ കാണിക്കുകയാണ് എന്തായിത്തീർന്നു മനുഷ്യവർഗം അല്ലെ, എന്തായിത്തീർന്നു. ആ മനുഷ്യവർഗത്തിന് ഒരു പരിഹാരം മാത്രമുള്ളൂ, യേശുക്രിസ്തു അല്ലെ. ദൈവം മാത്രമാണ്, യേശു മാത്രമാണ് നമ്മുടെ പരിഹാരം എന്നുള്ളതെന്ന് യേശുക്രിസ്തു കാണിക്കുന്നത്. യേശുവിന്റെ റിസറക്ഷൻ, യേശുവിന്റെ മരണം, ക്രോസ് ഓഫ് കാൽവരി മാത്രമാണ് പരിഹാരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്, മനുഷ്യവർഗത്തിന്റെ അസുഖങ്ങൾക്ക്, മനുഷ്യവർഗത്തിന്റെ സകല രീതിയിലുള്ള പ്രോബ്ലംസിന് എല്ലാത്തിനും ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യേശു മാത്രമാണ്. എല്ലാത്തിനും കൂടെ ഉള്ള സൊല്യൂഷൻ യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ അതിനുള്ള പരിഹാരം കണ്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. ഐസയ്യയുടെ 53-ാമത്തെ ചാപ്റ്ററില് ദൈവം ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, സകല നമ്മളുടെ തലയിൽ വരേണ്ടി ഉണ്ടായിരുന്ന ആ പാപം മൊത്തം യേശുവിന്റെ, നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ആ പണിഷ്മെന്റ് എല്ലാം യേശുവിന്റെ പുറത്തായിരുന്നല്ലേ. നമ്മളുടെ പാപം മൊത്തം യേശുവിന്റെ തലയിലാണ് പിതാവ് വെച്ചു കൊടുത്തതല്ലേ. ആ ചാസ്റ്റൈസ്മെന്റ് ദാറ്റ് ബ്രോട്ട് പീസ് ഇൻടു us was upon him എന്ന് പറഞ്ഞിരിക്കുന്നല്ലേ. ആ എന്താ പറയുന്നത്, പണിഷ്മെന്റ് അത് യേശുവിന്റെ തലയിലാണ് ദൈവം പിതാവ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അവന്റെ ശരീരം നമ്മൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടു അല്ലെ. നമ്മൾക്ക് അങ്ങനെ ജീവിതം ദൈവം തരുക ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് സൊല്യൂഷൻ. ക്രോസ് ഓഫ് കാൽവരിയാണ് നമ്മൾക്ക് ഉള്ള സകലത്തിനുമുള്ള സൊല്യൂഷൻ. നമ്മുടെ അസുഖങ്ങൾക്കുള്ള സൊല്യൂഷൻ ക്രോസ് ഓഫ് കാൽവരിയാണ് അല്ലെ. കാൽവരിയിലെ യേശുവാണ് നമ്മുടെ സകല എന്താ പറയുക, യേശുവിന്റെ മരണമാണ്, യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ റിസറക്ഷൻ ആണ്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ സകല പ്രോബ്ലത്തിനുമുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. യേശുവിലല്ലാതെ വേറെ ഒന്നിലും നമുക്കൊരു പരിഹാരമില്ല. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനുള്ള പരിഹാരം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. നമ്മുടെ ശരീരത്തിന്റെ അസുഖങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് അല്ലെ. ക്യാൻസർ ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആയിട്ടെ, എയ്ഡ്സ് ആയിക്കോട്ടെ, എന്ത് കിഡ്നീന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ യേശുക്രിസ്തു മാത്രമാണ്. കാരണം സകലതും മുഴങ്കാലും മടക്കും യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മുഴങ്കാല് മുടക്കാതിരിക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. കാരണം അവനാണ് ലോർഡ്, അവനാണ് യജമാനൻ, എല്ലാത്ത സൃഷ്ടിച്ചിരിക്കുന്ന അവനാണ്. സകല പ്രശ്നത്തിന്റെയും മുഴങ്കാലും മടങ്ങുക തന്നെ ചെയ്യും അവന്റെ മുമ്പിൽ. ഈ ലോകത്തുള്ള സകല വിധത്തിലുള്ള പാപത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും അസുഖങ്ങളുടെയും എല്ലാത്തിന്റെയും പരിഹാരം അവൻ മാത്രമാണ്. അപ്പൊ യേശു പറയുവാണ്, മനുഷ്യരോട് പറയുവാണ്, എൻ്റെ അടുത്തേക്ക് വരിക. നിങ്ങൾ എന്തിനാണ് അനുഭവിക്കുന്നത് ഇങ്ങനെ, നിങ്ങൾ എന്തിനാണ് പാപത്തിന്റെയും എന്താ പറയുക അസുഖങ്ങളുടെ പിടിയിലായിട്ട് ഇങ്ങനെ ജീവിച്ചു കൂട്ടുന്നത് എന്താണ്, എൻ്റെ അടുത്തേക്ക് വരും, നിങ്ങൾക്ക് ഞാൻ പാപമോചനം തരാം, അതോടൊപ്പം നിങ്ങളുടെ എന്താ പറയുക അസുഖങ്ങൾക്കുള്ള പരിഹാരം ഞാനാക്കി കണ്ടെത്തി തരാം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നമ്മളെ യേശുവിലേക്ക് വരാൻ താല്പര്യമാണെങ്കിൽ നമ്മളെ സുഖപ്പെടുത്താനും അവനും താല്പര്യമാണ്. നമ്മുടെ ഒരു വിളിക്കായിട്ട് കാത്തിരിക്കാൻ ദൈവമാണ് യേശു ക്രിസ്തു. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ലാസറസ് മരിച്ച സമയത്ത്
സമയത്ത് യേശു കരഞ്ഞത് നമ്മളെ ഓർത്തിട്ടാണ് കരഞ്ഞത്. നമ്മൾക്ക് വേണ്ടി എല്ലാവർക്കും കൂടെയാണ് കരഞ്ഞത് അല്ലെ. ഇങ്ങനെയായി പോയല്ലോ, എന്റെ സൃഷ്ടി ഇങ്ങനെയായി പോയല്ലോ, പക്ഷെ ഇന്നും പരിഹാരമുണ്ടല്ലോ അല്ലെ. എന്നിൽ പരിഹാരമുണ്ട്. ഞാനാണ് ഉയർത്തെഴുന്നേൽപ്പ്, ഞാനാണ് പുനരുത്ഥാനം, പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവൻ, എന്റെ അടുത്തേക്ക് വരൂ എന്ന് യേശു ഇന്ന് പറയുന്നു. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ലാസറസിന്റെ കല്ലറയിൽ വെച്ച് യേശു കരഞ്ഞത് നമ്മളെ ഓർത്തിട്ടാണ് അല്ലെ. നമ്മളെ ഓർത്തിട്ടാണ്, നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവേ. നന്ദി പിതാവ് കർത്താവേ. വർഷിപ്പ് യു ഹോളി നെയിം മൈറ്റി ഫാദർ ഗോഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഗോഡ്, അങ്ങയിലേക്ക് വരാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്നു. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട്ട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അങ്ങയെ വിശ്വസിക്കാതിരിക്കുന്നവരുടെ കർത്താവേ, അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള കൃപ കൊടുക്കണം അപേക്ഷിക്കുന്നു. അവരെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടിരുന്ന ദൈവത്തിനാമത്തെ മാത്രം ഉണ്ടാകട്ടെ.